ശക്തിയും സ്വഭാവശക്തിയും മഹാഭക്തിയും വിവേകവും എല്ലാവർക്കും പ്രിയങ്കരിയും നമ്മുടെ വിദ്യാലയത്തിൻ്റെ നെടുന്തൂണുമായ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ CMC സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള വിഭാഗം അധ്യാപിക ദീപ്തി ടീച്ചറെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏത് കാര്യത്തിനും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഭയ്ക്ക് വന്ദനം. സ്നേഹബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ലിജോ CMC, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരി, നവംബർ 1 കേരള പിറവി ദിനം. ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം രൂപം കൊണ്ടിട്ട് ഇന്നേക്ക് 69 വർഷം തികയുന്നു. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 മലയാള ഭാഷ സംസാരിക്കുന്നവർ എന്ന നിലയിൽ ഐക്യ കേരളം രൂപം കൊണ്ടത്. കേരളം എന്ന പേര് വന്നതിനെ കുറിച്ച് നിരവധി വാദപ്രതിവാദങ്ങളുണ്ട്. കേരവൃക്ഷങ്ങൾ ധാരാളമായി കാണുന്ന നാടായതിനാലാണ് കേരളം എന്ന പേര് വന്നതെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ, ചേര രാജാക്കന്മാർ ഭരിച്ച നാടായതിനാലാണ് കേരളം എന്ന പേര് വന്നതെന്നാണ് മറ്റൊരു വാദം. പരശുരാമൻ തന്നെ മഴു എറിഞ്ഞ് സൃഷ്ടിച്ച സംസ്ഥാനമാണ് കേരളം എന്നതാണ് ഐതിഹ്യം. ഐതിഹ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും കാടും മലയും കടലുമൊക്കെയായി എല്ലാതരം ഭൂപ്രകൃതിയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നാടാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് കിടക്കുന്ന കൊച്ചു കേരളം. ഇന്ന് ഈ കേരള പിറവി ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. പിറന്ന മണ്ണിനെ, വളർന്ന നാടിനെ, പൈതൃകത്തെ, സംസ്കാരത്തെ, മലയാള തനിമയെ കാത്തു സൂക്ഷിക്കാം എന്ന് പ്രതിജ്ഞ. എല്ലാവർക്കും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും
കേരളപ്പിറവി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചവടിയിലെ സീതപ്പെണ്ണിനെ മഞ്ചലിലാട്ടി കഥ പറയൂ മഞ്ചലിലാട്ടി കഥ പറയൂ കഥ പറയാൻ വന്ന കിളിമകൾ സീതതൻ നാഥന്റെ നാമം ജപിച്ചു നിന്നു കഥ പറയാൻ വന്ന കിളിമകൾ സീതതൻ നാഥന്റെ നാമം ജപിച്ചു നിന്നു താളമിട്ടൊഴുകുന്ന തമസാ നദിയുടെ താളമിട്ടൊഴുകുന്ന തമസാ നദിയുടെ തീരത്തു പാർക്കും ഗായികനും ഞാൻ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ പഞ്ചതന്ത്രം കഥ പറയാൻ വന്ന പഞ്ചവൻ കാട്ടിലെ കിളിമകളെ
നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന്, ഈ പരിപാടിക്ക് നന്ദി പറയുക എന്ന കർത്തവ്യത്തോടു കൂടിയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. മാതൃഭാഷയെ ഓർക്കുവാനും ബഹുമാനിക്കുവാനും എപ്പോഴും ഉള്ളിൽ ഒരു സ്നേഹാദരവോടെ കൊണ്ടു നടക്കാനും കൂടിയാണ് നമ്മൾ ഈ ദിവസം പ്രത്യേക വിധമായിട്ട് ഇതെല്ലാം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. വള്ളത്തോൾ നാരായണമേനോൻ ഇങ്ങനെ പാടിയിട്ടുണ്ട്: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിനു പെറ്റമ്മ തൻ ഭാഷതാൻ. അപ്പം നമ്മൾ ഏത് വിഷയങ്ങൾ പഠിച്ചാലും അതൊക്കെ ഗ്രഹിക്കുന്നത് നമ്മുടെ മാതൃഭാഷയായ മലയാള ഭാഷയിലൂടെയാണ്. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ പെറ്റമ്മയോട് എങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അതുപോലെ നമ്മുടെ മനസ്സിനുള്ളിലും മാതൃഭാഷയോട് എപ്പോഴും നമുക്ക് ആദരവും ബഹുമാനവും ഉണ്ടായിരിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ സിസ്റ്റർ ലിജോ CMCക്കാണ് ആദ്യമായി നന്ദി പറയുന്നത്. സിസ്റ്റർ വളരെ നല്ലൊരു സന്ദേശം ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ചും, അങ്ങനെ കേരളപ്പിറവി, ഇപ്പോൾ കേരളം പിറന്നിട്ട് 69 വയസ്സ് തികഞ്ഞതിനെക്കുറിച്ചും ഒക്കെ കാര്യമായി ഒരു നല്ലൊരു സന്ദേശം. അപ്പോൾ മലയാള ഭാഷയോടുള്ള ആദരവ് സൂചിപ്പിക്കണമെന്നും കൂടി സിസ്റ്റർ നമുക്ക് പറഞ്ഞു തന്നു. സിസ്റ്റർക്ക് ഹാർദമായി ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. മറ്റ് അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ ദിനത്തിൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ കുറച്ച് ചെറിയ സമയം കൊണ്ട് നല്ല നല്ല പരിപാടികൾ ഈ വേദിയിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥിനികൾക്കും അവരെ നല്ല നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ പരിപാടിക്ക് സംഘടിപ്പിച്ച മിനിഷ ടീച്ചർക്കും അതുപോലെ ബാക്കി എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നതോടൊപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.